ശ്യാമസന്ധ്യേ സൂര്യനെവിടെ? എന്താ മുണ്ട കൊടുത്ത് സൂപ്പറായിട്ടുണ്ട്. യശ് ആദ്യമായിട്ടാ സാർ ആദ്യമായിട്ടാണോ? ഞാൻ വിചാരിച്ചത് എന്താ മുണ്ടെടുത്തോണ്ട് വന്നത്. അല്ല, അങ്ങനെ ചെയ്യുമല്ലോ. കാരണം ഓൾറെഡി ഇവിടെ ഒരു പബ്ലിസിറ്റി ആയല്ലോ. അമ്മ വന്നു, അച്ഛൻ വന്നു, ഇനി മുണ്ടെടുക്കുന്നു. യശിന്റെ ലുക്ക് ആകെ മാറി കേട്ടോ. എനിക്കും ആ ചേഞ്ച് ഇഷ്ടപ്പെടുന്നു. നല്ലതാണ്, നല്ലതാണ്, വെരി ഗുഡ്. സ്റ്റേജിൽ മുണ്ടെടുത്ത് കയറാൻ ടെൻഷൻ ഉണ്ടായോ? എന്തിന്? എന്ത് ചോദ്യം? അത് മുണ്ടില്ല. ആദ്യം ചോദിച്ചെന്താണെന്നറിയോ? എന്തിനാ മുണ്ടെടുത്തെന്ന് ചോദിച്ചാൽ ആദ്യം. ഇപ്പൊ രണ്ടാമത് ചോദിക്കുന്നത് സ്റ്റേജിൽ കയറാൻ ടെൻഷൻ ഉണ്ടോന്ന് മുണ്ടെടുത്തോണ്ട്. ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മുണ്ടില്ലാതെ കയറാനല്ല ടെൻഷൻ. മുണ്ടെടുക്കുന്ന സമയത്തെ ഞാൻ റൂമില് അടിയിലേക്ക് എടുക്കുന്നുണ്ട് കുറച്ച്. എന്തിനാടാ? അല്ല മോശമായി പോയി. അവൻ മുണ്ടെടുക്കുമ്പോ നീ അതിന്റെ കട്ടിലടി കയറി കിടന്നേ. അല്ല, എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടു. എന്തിനാണ് കട്ടിലിന്റെ അടിയിൽ കിടന്ന മുണ്ടെടുത്തപ്പോ? അത് മാത്രം അറിഞ്ഞാൽ. ഫുഡ് കഴിച്ചിട്ട് ഞാൻ റൂമിൽ. അല്ല, ഫുഡ് കഴിച്ചോ? എന്ത് കഴിച്ചാലും കട്ടിലിന്റെ അടിയിൽ കയറി കിടന്നത് എന്തിനാ? ഫുഡ് കഴിച്ചതൊക്കെ മുണ്ടടിക്കുന്ന സ്ഥലത്ത് നിനക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ റൂമിൽ ഇരിക്കായിരുന്നേ. അപ്പൊ യേശു വരുന്നു. അപ്പൊ യേശു കഷ്ടപ്പെട്ട് മുണ്ടെടുക്കാൻ നോക്കണ്ട. അതിന്റെ മുണ്ട് അവിടെ ഒരു വെച്ചിട്ട് ഒരു പാൻറ്റൊക്കെ വൈറ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ട് വൈറ്റ് പാൻറ്റൊക്കെ മുറുക്കി കെട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ യേശു പാൻറ് ഇങ്ങനെ മുറുക്കി കെട്ടണ? മുണ്ട് ആദ്യമായിട്ട് എടുക്കണ്. അടിയില് ഇത് ഇട്ടില്ലെങ്കിൽ ഊരിപ്പോയാൽ എന്ത് ചെയ്യും? എന്നോട് ഭയങ്കര സീരിയസ് ആയിട്ട് പാൻറ് ഉണ്ടല്ലോ. അതിന്റെ അടി പാൻറ് ഇട്ടുണ്ട്. ഒരു ധൈര്യത്തിന് വേണ്ടിട്ടാണ്. കാരണം വ്യത്യസ്തനാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുണ്ട് മടക്കി കഴിഞ്ഞാൽ സംഭവമായിരിക്കും. മോനെ, ഇത് പാന്റ് അല്ലല്ലോടെ. അത് പാന്റും അല്ല, ഷഡ്ഡി അല്ലാത്ത ഹാഫ് പാൻസ്. പക്ഷെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പാന്റ് അല്ല, മറ്റേ പെണ്ണുങ്ങളൊക്കെ ഇടുന്നത് പറഞ്ഞുണ്ടല്ലോ, ലെഗിൻസ് ആണെന്നാണ് എനിക്ക്. കുർത്തയുടെ പാന്റ് വലിച്ചു കയറ്റുവാണോ? അതൊന്നും ഒരു തെറ്റായിട്ട് ഓക്കെ, നമുക്ക് ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? MG ശ്രീകുമാർ സർ. നല്ലൊരു പാട്ട്. കാരണം വെച്ചാൽ ദ കമ്പോസിഷൻ ഈസ് ബ്യൂട്ടിഫുൾ. പാടാൻ പ്രയാസമാണ്, പറയേണ്ട കാര്യമില്ല. അണ്ണാച്ചിയുടെ പാട്ടാകുമ്പോഴത്തേക്ക് ഒന്നീ വളരെ എളുപ്പം, ഇല്ലെങ്കിൽ പ്രയാസം. ഇത് ഡിഫിക്കൽട്ട് സോങ് ആണ്. നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസം, നല്ല ശബ്ദമാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സുഖം. അതായത് ശ്യാമസന്ധ്യേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സുഖമുണ്ട്. പിന്നെ ദാസേട്ടനൊക്കെ ഇന്ത്യയെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഒരു 1.5 ഇന്ത്യയെ, 1.5 അല്ല, ഒരു 100 ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് പാടാവോ? ചുമ്മാ ഇന്ത്യേ എന്നുള്ള ഒന്ന് ബലപ്പിക്കാവോ? ശ്യാമസന്ധ്യേ. അയ്യോ, അത്രയും വേണ്ട. ഇന്ത്യേ എന്ന് പറയുമ്പോഴേ അത് വരരുത്. ഇന്ത്യേ, ഇന്ത്യേ. ശ്യാമസന്ധ്യേ. അതൊക്കെ കൊള്ളാം, നന്നായിരുന്നു. ഞാൻ ചുമ്മാ നോക്കിയതാ, കാരണം ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷെ അത് മൈക്ക് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലോ വരും. അല്ലാതെ എടുക്കാൻ പറ്റും. റെക്കോർഡിങ്ങിലൊക്കെ നന്നായിരിക്കും, നല്ല വോയിസ് ആയിരിക്കും റെക്കോർഡിങ്ങിൽ. ഇതൊന്ന് പാടാവോ? ഇരുളിന്റെ കൈവിലങ്ങിൽ. ഇരുളിന്റെ കൈവിലങ്ങിൽ. അതാണോ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് കൈവിലങ്ങിൽ. കറക്റ്റ്. പിന്നെ പഠിക്കൂ. പകലെന്ന വ്യാമോഹം. അത്രയും മതി. വ്യാമോഹം അടുത്ത് അറിയാതെ അതാണ് അറിയാതെ അറിയാതെ വീണടിഞ്ഞോ. പറയാതെ വേർപിരിഞ്ഞോ. ഇരുളിന്റെ കൈവിലങ്ങിൽ പകലെന്ന വ്യാമോഹം. ശരി. അറിയാതെ വീണ
നൈസ് നൈസ് നൈസ്. ഈ അക്ഷരങ്ങളുടെ ഇത് മാത്രം ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി കേട്ടോ. ഇവിടെ മാത്രമായിരുന്നു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പാട്ട്, നല്ല കമ്പോസിഷൻ, മോൻ പാടിയത് കൊള്ളാം, ഓർക്കസ്ട്രേഷൻ, എല്ലാവരും എല്ലാം എവറിത്തിങ്. പിന്നെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലേ? ആ, കോറസ് ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. Thank you, sir. ഷാനിക്ക, യശ് സർ ഉഗ്രൻ സോങ് സെലക്ഷൻ. യശ് താങ്ക് യു സോ മച്ച് സർ. വേണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തിനിങ്ങനെ പാട്ടൊക്കെ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, യശ് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള റെൻഡറിങ് ആയിരുന്നു യശ്. അത് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഭയങ്കര രസമാണ്. ഈ പറഞ്ഞാൽ ഇതിനകത്ത് കയറിയാലാണ് നമുക്ക് ഇതിന്റെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു പിന്നെ ന്യൂവാൻസസ് ഒക്കെ നമുക്ക് മനസ്സിലാവണം. എസ്പെഷ്യലി ഇതിന്റെ ബീജിൽ ഓർക്കസ്ട്രക്ക് ഒരു വലിയൊരു കൈയടി നമ്മൾ കൊടുക്കണം. എനിക്ക് ഇപ്പം ഇരുളിന്റെ കൈവിലങ്ങിൽ അത് പിന്നെ ശ്രീകുട്ടൻ ചേട്ടൻ പാടിച്ചു. പിന്നെ ഈ അറിയാതെ പറയാതെ അതൊന്നും ആകാരം ഒന്ന് കൃത്യമായിട്ട് വരണം. ഓവർ ഫീൽ കൊടുക്കുന്ന പോലെ ഒരു തോന്നൽ വരുന്നു, അതിനാവശ്യമില്ല. അപ്പൊ അത് വർക്ക് ചെയ്യണം. യു വിൽ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് കേട്ടോ. ഓക്കെ സർ. കേട്ടോ, വേറെ ഒന്നുമില്ല. ഇനി ഇദ്ദേഹമാണ് പറയേണ്ടത്, മാസ്റ്റർ, ഈ പീസിന്റെ മാസ്റ്റർ പീസ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി യശ്. ഭയങ്കര സോൾഫുൾ ആയിട്ട് റെൻഡറിങ് ആയിരുന്നു. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു ഷാനിക്ക. മാസ്റ്റർ പീസ് ശരത് സാർ. അപ്പൊ നിനക്ക് ഞാനൊരു പീസാണ്. പാറു, യെസ്, നിന്റെ ഒരു അഭിപ്രായം കേൾക്കട്ടെ. നിന്നെ ഈ പാട്ടിനെ പറ്റി ഒരു 2 വാക്ക് വേണോ? എന്തെങ്കിലും പറയുമല്ലോ അവിടെ വായി തോന്നിയത്, കേക്കാം. സർ ഭയങ്കര നല്ലൊരു പാട്ടാണ് sir. ഭയങ്കര നല്ലൊരു, ഭയങ്കര ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭീകരം എന്നാണ്. അല്ല. പേടിപ്പെടുത്തുന്നതാണ് അർത്ഥം. നല്ലൊരു പാട്ടാണ് സർ. അതെല്ലാവർക്കും അറിയാം. സാഗരം സാക്ഷി എന്ന് പറയുന്ന അതും അറിയാം, എല്ലാവർക്കും അറിയാം. മനോഹരത്തിലെ നല്ലൊരു പാട്ടിനെ കുറിച്ചാ പാട്ടാണ് പറയണ്ടേ? സർ. ശരത് സർ കമ്പോസ് ചെയ്തതാണ്. സത്യമായിട്ടും യശ് ഈ പാട്ട് പാടുമ്പോ ഞാൻ അവിടെ അജലിനോട് ചോദിച്ചു, ഏതാ പാട്ട്? പേടിയാവുന്നു അല്ലേ? അല്ലേ? പേടിയാവുന്നു. ഞാൻ അവനോട് പറഞ്ഞു എന്താല്ലേ എന്നൊക്കെ. ആ ഫസ്റ്റത്തെ ഒരു സംഗതിയൊക്കെ കേട്ടപ്പോ തന്നെ ഞാൻ അവനോട് ചോദിച്ചു. യശേ, സർ എന്തൊക്കെയായാലും എൻ്റെ പാട്ടെടുത്ത് പാടിയതിൽ എനിക്ക് കുറേ സന്തോഷം. താങ്ക് യു സോ മച്ച്. കാര്യം ഒന്നാമത് പ്രത്യേകിച്ച് ആരും ഈ ഒരു പാട്ടൊന്നും ആരും പാടി കേട്ടിട്ടേ അല്ല. അപ്പം അതും കുറേ സന്തോഷം. താങ്ക് യു സർ. കാര്യം നമുക്ക് ഈ ഒരു പടത്തിൻ്റെ, ഈ ഒരു ചിത്രത്തിൻ്റെ പല പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും പറ്റിപ്പോകുന്ന മമ്മൂക്കായ്ക്ക് അതാണ് ഈ ഫിലിം. പലരാലും പറ്റിക്കപ്പെടുകയും അവസാനം ഗത്യന്തരമില്ലാതെ കുടുംബത്തിനെ അവരെ കളഞ്ഞിട്ട് പോകേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ഫിലിമാണ്. അപ്പം ഞാൻ ആ കൺഫ്യൂഷൻസ് എല്ലാമാണ് ഈ അറേഞ്ച് ചെയ്തപ്പം ഈ ഓർക്കസ്ട്രേഷനിൽ ചെയ്തേക്കുന്നത്. എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇവർക്ക് എനിക്ക് എൻ്റെ അടുത്ത് ഭീകര ദേഷ്യമാണ് അവന്മാർക്ക്. പാച്ചൊക്കെ ഇതാണോ പാട്ട്? രാവിലെ യശ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്കൊരു സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെടുത്ത് കഴിക്കും, അവർക്ക് കൊടുക്കും. അപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരത്തെ നിശാന്ത് ചോദിച്ചോടാ ഒരു സ്വീറ്റ് ചിലപ്പം ശ്യാമസന്ധ്യ കഴിഞ്ഞ ചിലപ്പോൾ ഞാൻ അത് കഴിക്കാൻ കാണൂല. അത്രയ്ക്ക് ടഫായിട്ടുള്ള. ഇല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ഓർക്കസ്ട്ര. ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, സൂപ്പർ. അപ്പോൾ എനിക്ക് കുറെ ഇഷ്ടമുള്ളൊരു പാട്ടായി. ശരത് സർ, എന്തോ? ദാസ് സർ എന്ത് പറഞ്ഞു ഈ പാട്ട്? അല്ല, ദാസേട്ടൻ ഇതൊക്കെ ഒന്ന് അസാധ്യമായിട്ട് കാര്യം കുറേ ഇഷ്ടമായി ദാസേട്ടൻ ഞാനിത് പാടുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദാസേട്ടൻ ഈ അണ്ണാ ഈ ഫസ്റ്റ് ഈ ചരണത്തിൽ അതെന്താണ് ഇത് ഒന്ന് ശ്രുതി തരുമോ? ഇരുളിന്റെ കൈവിലെങ്കിൽ പകലെന്ന വ്യാമോഹം. ഇരുളിന്റെ കൈവിലങ്ങിൽ ഇത്. അപ്പൊ അത് ഒന്ന് യാത്രകൾ തീർത്ഥയാത്ര അതേ ഉള്ളൂ. ഒന്ന് എന്താ അത്രേ ഉള്ളൂ. ഇവിടെ അത് ഏതെങ്കിലും ഒന്ന് വെച്ചാൽ പോരെ. ഞാൻ ദാസേട്ട അല്ല, ഇത് വന്നാൽ അത് കുറച്ചും കൂടെ അത് കണക്ട് ചെയ്യും എനിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ചേഞ്ചും അത് തന്നെ റിപ്പീറ്റ് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. അന്ന് പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിടിച്ച് 2 തവണ ദാസൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ഇതൊന്ന് ഈ ഒരു പാട്ടിൻ്റെ സമയത്ത്. പിന്നെ എൻ്റെ സിന്ദൂരരേഖയിലെങ്ങോ എന്നുള്ള അത് ഒരു ചിത്ര ചേച്ചി പാടിയേക്കുന്ന ഷഡ്ജമല്ല ദാസേട്ടൻ പാടുന്നു. ആ ടോണിക്ക് ദൈവതമാണ്. ഇപ്പം എനിക്കറിയാം ഇത് അവിടെ പോയിട്ട് പറഞ്ഞാൽ വലിയ ഭീകര വഴക്കുണ്ടാവും, അടിയുണ്ടാവും എന്നുള്ളത്. ഇപ്പം ഞാൻ ദാസേട്ടനെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ദൈവത ഷഡ്ജം വെച്ച് തന്നെ മൊത്തം പാട്ടും പറഞ്ഞു കൊടുത്തു.
അപ്പോൾ ദാസേട്ടൻ അത് അങ്ങനെ തന്നെ പഠിച്ചിട്ട് പാടിക്കഴിഞ്ഞിട്ട് ദാസേട്ടന് മനസ്സിലായി ഞാനിതാ ചെയ്തേക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പം ഓ അങ്ങനെ ഇത് വരച്ചിട്ട് എന്നെ പിടിച്ചൊരു ഉമ്മ തന്നു എനിക്ക് ദാസേട്ടൻ. അത് കുറേ സന്തോഷം. അത് മാത്രമല്ല, മോനെ എനിക്കൊരു ആൽബം ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു 10,000 റുപ്പീസ് ക്യാഷും തന്നു ദാസേട്ടൻ. പക്ഷെ ദാസേട്ടൻ അത് മറന്നുപോയി. ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ പലിശ അടക്കം തിരിച്ച് ചോദിക്കും വേണ്ട. ഞാനത് നേരെ ശരവണ ഭവനിൽ കൊണ്ട് കൊടുത്തു. കുറച്ചോളം പറഞ്ഞു കഴിക്കുന്ന ഫുഡ്. ഏറെയാത്തൊരു പരിപാടിയിൽ പറഞ്ഞത് കൊണ്ട് നന്നായി. അതെ, ആരും അറിയില്ല. അപ്പൊ എന്തൊക്കെയാലും ആ ദാസേട്ടനെ പോലെ അദ്ദേഹത്തിന്റെ ശബ്ദം ആ സ്പീക്കേഴ്സിൽ വരുമ്പോ നമുക്ക് കിട്ടുന്ന പണ്ണം പറഞ്ഞ സന്ധ്യയൊക്കെ അയ്യോ ഒരു ഭീകരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. യക്ഷ മനോഹരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ആയിട്ട്. താങ്ക് യു സോ മച്ച്. ആ എൻ്റെ മാത്രം കുറച്ച് ക്ലാരിറ്റി ആവാമായിരുന്നു. ഒന്ന് പാടാം മേഷേ. കേഴുന്നുവോ ഓ നൈസ് നൈസ് സൂപ്പർ. അത്രേ ഉള്ളൂ യക്ഷേ. ഇതൊക്കെയാലും മനോഹരമായിട്ട് പാടി യക്ഷ് നിന്ന് പാടുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ നമ്മൾ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ യക്ഷ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ എന്താ പറയണ്ടേ പ്രകടമായി മനസ്സിലാവുന്നുണ്ട്. കാരണം അതിലൊക്കെ വർക്ക് ചെയ്യുന്ന യക്ഷ് എന്നുള്ളത് അതിൽ കുറേ സന്തോഷം. എനിക്ക് കുറേ ഇഷ്ടമായി യക്ഷ് പാടിയത് കേട്ടോ. താങ്ക് യു സോ മച്ച്. എനിക്ക് യഷിൻ്റെ അടുത്തുള്ള ആകെ ഉള്ള ഒരൊറ്റ അഡ്വൈസ്, അത് യഷിന് എന്താണ് അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് പോവാം. നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ആരെങ്കിലും റൂമിലുണ്ടോ എന്ന് നോക്കണം. പ്രധാനമായി കാരണം സത്യം പേടിച്ചു അല്ല, ഞാൻ സത്യമാ പറഞ്ഞ. താങ്ക് യു സർ. ചേച്ചി യശ് മറ്റൊന്നും പറയാനില്ല. കാരണം ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്കിതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ശരത് സർ മനോഹരമായ കോമ്പോസിഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ കോമ്പോസിഷൻ. പിന്നെ യശ് യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്. ഉഗ്രൻ ശബ്ദമാണ്. എനിക്ക് യഷിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, യശ് മലയാളം അങ്ങനെ വലിയ വശമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് പല ഭാഗങ്ങളിലും ആ ഫീല് കൊടുത്തത് അതിൽ ഒരു പക്കാ മലയാളം അറിയാവുന്ന ഒരാൾ പാടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ പറയാതിരിക്കാൻ വയ്യ. യു കീപ് വർക്കിംഗ് ഓൺ ഇറ്റ്. എന്തായാലും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ഇനിയും ഒരുപാട് ശരിയാക്കാനുണ്ട്. പക്ഷെ എന്നാൽ ഈ പാട്ടിനകത്ത് യശ് ഒരു നല്ല ഫീല് കൊടുത്തിരുന്നു. ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഒരുപാട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാം. യു ആർ എൻ ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് സിംഗർ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ. ഇതുപോലത്തെ പാട്ടുകൾ ഇനിയും പാടും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. യക്ഷേ, യെസ് സർ. 9.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക ഓക്കെ. എംജി സർ 6.2. തിരിച്ചിടാൻ പറയുമായിരിക്കും. 2.6. മഞ്ചേരിക്ക് നല്ല ബുദ്ധിയുണ്ട്. ആ 6 തിരിച്ചിടാനായിരിക്കും. ഓ 9.2. ക്രിയേറ്റീവ്. ഓക്കെ ചേച്ചി 9.3. താങ്ക് യു മാം. താങ്ക് യു മാം. Okay, so total 27.8. Super. Okay. ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ
ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ മരിവിന് മേനൊരു മൺകൊടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു കാണാതെ കാണാനെന്തോ മോഹം കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാണം മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം ആറ്റിൻകരയോരത്തെ ചറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ പാൽപതഞ്ഞു തുളുമ്പുന്ന പാലമരത്തണലത്ത് പട്ട് മഞ്ചലൊരുക്കുന്നു മാനം നീ വരുമ്പോൾ അഴകിന്റെ പീലിമയിൽ തൂവലാലെ വീശി വീശി തണുപ്പിക്കും മുത്തുമൊഴി തത്തേ കുക്കുയിലേ കുപ്പിവള തട്ടി പാട്ട് മൂളേണ്ടേ ആവാരം പൂക്കുരത്തുമെനയേണ്ടേ ആരാരും കാണാതാലി പണിയേണ്ടേ കല്യാണപ്പന്തൽ കെട്ടും കാണാ പ്രാവേ ആറ്റിൻകരയോരത്തെ ചറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ മരിവില്ല് മേഞ്ഞൊരു മൺകൊടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു പൂമേടഞ്ഞ പുല്ലുപായിൽ വന്നിരുന്നു മുടിയിലെ മുല്ലമൊട്ടിലും മാവയ്ക്കും മാറൻ ഏഴുതിരി വിളക്കിന്റെ കണ്ണ് പൊത്തി മനസ്സിന്റെ ഏലസിലെ മുത്തുകക്കും കള്ളൻ മിന്നൽ മൂക്കിലെന്റെ പൊന്നിൻ വളയായി കണ്ണിൽ മിന്നിത്തെന്നും കന്നി നിലവായി ആവാടപ്പണ്ടം ചാർത്തും അഴകാണേ ആനന്ദക്കുമ്മിയാടും കനവാണേ അമ്മാനത്തുമ്പി കൂടെ പോരൂ പോരൂ ആറ്റിൻകരയോരത്തെ ചറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ മരിവില്ല് മേഞ്ഞൊരു മൺകൊടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു കാണാതെ കാണാനെന്തോ മോഹം കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാണം മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം ആറ്റിൻകരയോരത്തെ ചറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ നൈസ് നൈസ് നൈസ്. ദേവിക ചേച്ചി രസതന്ത്ര മൂവിയിലൊരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ ചേച്ചിയുടെ അതേ മറ്റേ മീര ചേച്ചി കൊടുത്ത അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് സാരിയൊക്കെ കൊടുത്ത് ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ചേച്ചിയുടെ കല്യാണത്തിന് അമ്മ എടുത്ത സാരി. ഓ നൈസായിട്ട് അമ്മയുടെ അലമാരിന്ന് തൂക്കി. ഓക്കെ ചോദിക്കാം. ശരത് സർ. ദേവിക സർ, നല്ല രസമുള്ള ഒരു പാട്ട്, നല്ല എന്താ പറയണ്ട, ഒരു മുത്തമണി പോലൊരു പാട്ട്.
അല്ല മഞ്ജരി നല്ല ക്യൂട്ടായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയേക്കുന്ന ഒരു പാട്ടാണ്. അത് നല്ല പാട്ട്, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ചില ഏരിയകൾ കൈവിട്ടങ്ങ് ചുരുതി വിട്ട് അന്തം വിട്ട് പോയിട്ടുണ്ട്, അതും കൂടെ പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എങ്കിലും ഈ പാട്ടിൻ്റെ എന്താ പറയണ്ട, ഒരു സുഖം മനസ്സിലാക്കി തന്നെ പാടി. പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, മുത്തുമൊഴി ആണോ, മുത്തുമൊഴി തത്തെ, അതൊന്ന് പാടാമോ? അതിനൊരു ക്ലാരിറ്റി പാടുമ്പോൾ, ഞാൻ പറഞ്ഞ അത് പാടി വരുമ്പോൾ എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പൂമടത്തെ, അത് ആ ചരണത്തിന്റെ സെക്കൻഡ് ലൈൻ ഒന്ന് പാടാമോ? പൂമേടഞ്ഞ പുല്ലുപായിൽ വന്നിരുന്നു മുടിയിലെ മുല്ല മൊട്ടിലും വയ്ക്കും മാറൻ. ആ കുറച്ചും കൂടെ അത് ക്ലാരിറ്റി വരുത്തിക്കൊള്ളുക. ആ തുടക്കം കൈവിട്ട് പോയ ശ്രുതി ചേരായി ഇരുന്നത് മനസ്സിലായല്ലോ. ഓ എന്ന് പറഞ്ഞ ഓ പള്ളിയിൽ പോയി പറയുന്നു. അല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ല മനസ്സിലായി, മനസ്സിലായി. ആ മനസ്സിലാവണം. നമുക്കൊരു തെറ്റുകൾ വരുവാടാ, പക്ഷെ ആ തെറ്റുകൾ നമുക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ദേവിക സർ. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ മഞ്ജരി നല്ല മുട്ടായി പോലെ പാടി വെച്ചേക്കണ ഒരു ഉഗ്രൻ സോങ്. ഇപ്പം ഫസ്റ്റ് ചാറ്റൽ മഴ, അത് എന്താ പറയാ, ഇടിമിന്നലോട് കൂടിയ സുനാമി ആയിരുന്നു ഒരു മഴയായിരുന്നു ഫസ്റ്റ് ചാറ്റൽ മഴ. അത് ആ മഴ എങ്ങോട്ടോ പോയി. എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പം മഞ്ജരി ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പൺ സിംഗിങ് ആയിരുന്നു. മോളത് എനിക്ക് കുറച്ചുകൂടെ ഒരു കംപ്രസ്ഡ് സിംഗിങ് ആയിട്ട് തോന്നി. അതാണ് എനിക്കൊന്ന് ശരത്തന്നെ പറഞ്ഞത്, കുറച്ചുകൂടെ വാ തുറന്ന് പാടാന്നുള്ളത്. അത് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി പാടിയതൊക്കെ ഒട്ടുമിക്ക ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ദേവിക്ക് ഒരു അടിപൊളി സിംഗറാണ്. ഡാൻസ് ഒക്കെ ഇതിനു മുമ്പ് ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഡാൻസ് മൂവ്സ് ഒക്കെ. ഫാസ്റ്റ് റൗണ്ടിൽ ലീഡ് ചെയ്തു. ചെയ്തിനല്ലേ? എന്നിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടായ? എനിക്കും പെരുത്ത് ഇഷ്ടായിന്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എങ്ങനെ ഓപ്പൺ അപ്പ് ആവാമെന്ന് മഞ്ജരി ചേച്ചിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കേൾക്കാം. എം ജി സർ എങ്ങനെ ഒരാളോട് ഓപ്പൺ അപ്പ് ചെയ്യാം? ദേവിക സർ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പല്ലവിയാണ്. കാണാതെ കാണാനെന്ന് മോഹം കാണുമ്പോൾ ഉള്ളിൻ. അത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അതേ പോർഷൻസ് തന്നെ പലയിടത്തും റിപ്പീറ്റേഷൻസ് വരുമ്പോഴത്തേക്ക് എൻഡിങ് പോർഷൻസ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പീലിമയിൽ തൂവലാലെ, അതൊന്ന് പാടിക്കേ. വീശി വീശി തണുപ്പിക്കും തെന്നൽ. ഇതാണ് വേണ്ടത്. അവിടെയൊക്കെ കുറച്ച് സ്ലിപ്പ് തെന്നല്. അതിന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ മെനയുണ്ടേ, അതിന്റെ പെർഫെക്ഷൻ. കാണാപ്രാവേ, അതൊന്നും പഠിക്കുക. കാണാപ്രാവേ, അതെ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ എൻഡിങ് പോർഷൻസിന്റെ കുറച്ച് പെർഫെക്ഷൻസ് വരുത്തിയാൽ നന്നായിരുന്നു. പാടിയതൊക്കെ കൊള്ളാം, നല്ല രസമായിരുന്നു, നൈസ് വോയിസ്. പിന്നെ ഇവർ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഓപ്പൺനെസ് വന്നാൽ കൊള്ളാം. പിന്നെ ഇപ്പൊ അണ്ണാച്ചി പാടിച്ചൊരു സ്ഥലമുണ്ടല്ലോ, അത് ഇത്തിരി കടിച്ചു പിടിച്ചാ പാടുന്നത്. അതൊന്ന് ലൂസാക്കി പാടിക്കേ. പട്ട് മഞ്ചലൊരുക്കുന്നു മാനം. ഓക്കെ, ഇനി പാട്ട് പാടിയ മഞ്ജരി ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, യെസ് പാറു, എങ്ങനെയുണ്ടായിരുന്നു ദേവികയുടെ പാട്ട്? സൂപ്പറായിരുന്നു. താങ്ക് യു. ഞാൻ നേരത്തെ പാറു പറഞ്ഞ പോലെ മീര അതില് ആ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈപ്പറാണ് അതില്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മോള്, നല്ല രസമായിരുന്നു കേൾക്കാൻ. ഇഷ്ടപ്പെട്ടു മോളുടെ ആ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ. കാരണം ഇത് അത്ര ഈസിലി മാനേജ് ചെയ്യാൻ പറ്റിയൊരു സോങ് അല്ല സ്റ്റേജിൽ. എസ്പെഷ്യലി എനിക്ക് മോളുടെ സിംഗിങ്ങിൽ ഇപ്പോൾ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരത് സാറും എം ജി സാറും എല്ലാവരും ഷാനും പറഞ്ഞ ഒരു കാര്യം, ഈ വാ തുറന്ന് പാടുക എന്ന് പറയുന്നതിലെ നമുക്കൊരു കണ്ണൂർക്കാർക്ക് ഒരു ഇതുണ്ട്. നമ്മുടെ ഭാഷ നമ്മൾ പറഞ്ഞ് അതൊരു വേറെ തന്നെ ഒരു രീതിയിൽ പോവും. അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പാടുന്ന സമയത്ത് എസ്പെഷ്യലി അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കണം.
അത് നമുക്ക് പാടണ്ടേ. അപ്പം നമ്മൾ അതിന് നല്ലോണം ഡെഡിക്കേഷൻ കൊടുത്തേ പറ്റൂ. ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുമ്പോഴും ആ സ്ഥിരമായിട്ടുള്ള ആ ഭാഷ നമ്മൾ കുറച്ചൊന്ന് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പാടുമ്പോൾ ആ ഭാഷ കയറി വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പല വാക്കുകളും അക്ഷരങ്ങളും നമ്മൾ പറയുന്നത് അതിൻ്റെതായ രീതിയിൽ വരില്ല. ഓക്കെ, അതൊരു എഫേർട്ടായിട്ട് എടുത്ത് പാട്ടിന് വേണ്ടി അത് നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൽ എനിക്കൊരു പ്രത്യേക സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ MG സാറ് ലാലേട്ടൻ എന്ന് പറയുമ്പം MG സാറാണ് സംഗീതത്തിൽ. നമുക്ക് അത്രയും നമുക്ക് വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. എത്ര പാട്ടുകൾ നമ്മളെല്ലാം ആഗ്രഹിച്ച് ഇത്രയും ഇപ്പം അദ്ദേഹത്തോടൊപ്പം MG സാറിനോടൊപ്പം ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് വേദികൾ എനിക്ക് തന്നൊരാളാണ് MG സാർ. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഞാൻ ലാലേട്ടൻ്റെ പടത്തിൽ ഞാൻ പാടും എന്നുള്ളത്. ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. സത്യത്തിൽ രാജാ സാറിൻ്റെ അടുത്ത് പാടാൻ കിട്ടിയ ഭാഗ്യം, എത്രയോ പാട്ടുകൾ പാടാൻ കിട്ടി, അതൊക്കെ ദൈവാനുഗ്രഹം. ഇങ്ങനെ അത് പറയുമ്പോൾ ശരിക്കും അഹങ്കാരമായിട്ട് എടുക്കരുത്. അത് ഞാൻ അത്രയും ദൈവത്തിൽ അർപ്പിക്കുന്നു ഈ സൗഭാഗ്യങ്ങളെല്ലാം. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ചെന്നൈ പോവും. എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടാവും പ്രസാദ് സ്റ്റുഡിയോയിൽ രാജാ സാറിന് വേണ്ടിയിട്ട്. അങ്ങനെ പോയ സമയത്താണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം ഞാനും മധുചേട്ടനും കൂടി പൊന്നാവണി പാടം എന്ന് പറഞ്ഞ പാട്ടാണ് എടുക്കുന്നത്. അതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ആറ്റിൻകര എടുക്കുന്നത്. അപ്പം മീര ജാസ്മിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ബാക്കിയൊന്നും നമ്മൾ ചോദിക്കുകയോ ഇല്ല, ഒരു കാര്യം അറിയില്ല പടത്തിനെ കുറിച്ച്. ഇതെല്ലാം കഴിഞ്ഞ് പടം ഷൂട്ടിംഗ് ഒക്കെ പോയി ഒരു പ്രത്യേക ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. അത് ഞാൻ ഇപ്പോഴും സന്തോഷത്തോടെയും അഭിമാനത്തോടെയൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ വലിയൊരു സന്തോഷമാണ്. കാരണം ലാലേട്ടൻ്റെ ഫോണായിരുന്നു അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഈ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യൻ അന്തിക്കാട് സാറ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണ് ഹാൻഡ് ഓവർ ചെയ്തത് ഹലോ ഞാൻ ലാലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലാലേട്ടനെയൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നു, ലാലേട്ടൻ മറ്റേ ദൂരദർശൻ കേന്ദ്രമല്ലേ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ലാലാണ്, ഞങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ രണ്ടാമതെടുത്ത് ചോദിച്ചു ലാൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. അപ്പം മോഹൻലാലാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ചുമ്മാ തമാശയ്ക്ക് പറയണതാണോന്ന് അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക ലാലേട്ടൻ്റെ ശബ്ദം ഫോണിലെ കൂടെ കേൾക്കുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പറയാം ഞാനിങ്ങനെ ഷൂട്ടിങ്ങിലാണ്, കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട്, ഞാനും മീരയും കൂടി ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു ഗോൾഡൻ മൊമെൻ്റ് ആയിരുന്നു ലാലേട്ടൻ്റെ ആ ഫോൺ കോള്. അപ്പോൾ ഈ പാട്ട് എനിക്ക് തന്നത് നിസ്സാരമായ ഭാഗ്യങ്ങളല്ല, ഒരുപാട് ഗോൾഡൻ മൊമെൻറ്റ്സ് തന്ന ഒരു പാട്ട് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല ഈ പാട്ട്. പിന്നെ മീര എന്ന ബ്യൂട്ടിഫുള്ളായ നാഷണൽ അവാർഡ് വിന്നറാണ് അവരുടെ മനോഹരമായ അഭിനയത്തിലൂടെ ഈ പാട്ട് പുറത്തിറങ്ങി. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ദൈവത്തോട് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. ഇത്ര ബ്യൂട്ടിഫുള്ളായ രാജാ സാറിൻ്റെ ഒരു പാട്ട്, ഗിരീഷേട്ടൻ്റെ വരികൾ. അപ്പോൾ ക്രിയേറ്റേഴ്സിനെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഈ ഒരു അവസരത്തിൽ. താങ്ക് യു സോ മച്ച്. മറ്റൊന്നും പറയാനില്ല മോളെ, ഈ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ വീണ്ടും 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 നന്ദി. ചേച്ചി സന്തോഷമല്ലേ അപ്പൊ രണ്ടുപേരി? ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, മാരിവെല്ലമേഞ്ഞൊരു മൺകുടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു, കാണാൻ എന്തോ മോഹം, കാണുമ്പോഴുള്ളിനുള്ളിൽ നാണം, മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം, ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ, ദേവിക, സർ,
8.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക ദേവിക താങ്ക് യു സർ. MG സർ 8.5. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി ദേവിക 8.5. താങ്ക് യു. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 25.3. താങ്ക് യു. ഓക്കെ, അടുത്തതായി സോങ്സ് ഓഫ് ജോയ് റൗണ്ടിൽ പാടാൻ വരുന്നു സ്നേഹ. മഴയിലെ പൂ വെയിലിനെ ഞാൻ പാടിയുണർത്തും. പുഴപാൽ കുടവുമായി കാൽ തളയുമായി തേടിയൊഴുകും. മുട്ടിട്ടും മുത്തിട്ടും മഞ്ഞിൽ മുല്ല പൂക്കുമ്പോൾ മുറ്റത്തെ തേമാവിൽ തെന്നൽ പാട്ട് മൂളുമ്പോൾ ആരാരും കാണാ കാറ്റായി ഞാനും കസ്തൂരിക്കാവോരം പൂത്തൊരുങ്ങും. ചില്ലുമ്മ മഴയിലെ പൂ വെയിലിനെ ഞാൻ പാടിയുണർത്തും. പുഴപാൽ കുടവുമായി കാൽ തളയുമായി തേടിയൊഴുകും. തൈമാസം കുങ്കുമപ്പൂവാസം വന്നെന്നെ മാലയും കൊണ്ടു മൂടും. താമ്പാളം ചന്ദന താമ്പൂലം തന്നെന്നെ ആലോലം തങ്കമാക്കും. പൊഴിയാത്ത കണിമഴയാൽ പതിയെ മനസ്സിൽ കസവ് ഞൊറിയും. എഴുതാക്കണ്ണിൽ കനവേകാൻ വശി നീട്ടുന്നു പൂമാനം. ഒരു കുളിരോലക്കിളിയാണു ഞാൻ. ഹേ മാ മഴയിലെ പൂ വെയിലിനെ ഞാൻ പാടിയുണർത്തും. പുഴപാൽ കുടവുമായി കാൽ തളയുമായി തേടിയൊഴുകും. വാർത്തിങ്കൾ ചന്ദന പൂന്തിങ്കൾ വന്നെന്നെ നീഹാരം കൊണ്ടു മൂടും. പാൽതെന്നൽ മഞ്ഞണി തൂമിന്നൽ കൊണ്ടെന്നെ മാറോരം മഞ്ഞളാടും. പറയാത്ത പഴമൊഴിയാൽ പവിഴ കൊലുസിൽ മണികളൊരുക്കും. നിഴലാൽ കൊട്ടിപ്പാടാനൊരു തൊടി നീട്ടുന്നു കാർമേഘം. ഒരു കുറുവാലിക്കുയിലാണു ഞാൻ. ചില്ലുമ്മ മഴയിലെ പൂ വെയിലിനെ ഞാൻ പാടിയുണർത്തും. പുഴപാൽ കുടവുമായി കാൽ തളയുമായി തേടിയൊഴുകും. മുട്ടിട്ടും മുത്തിട്ടും മഞ്ഞിൽ മുല്ല പൂക്കുമ്പോൾ മുറ്റത്തെ തേമാവിൽ തെന്നൽ പാട്ട് മൂളുമ്പോൾ ആരാരും കാണാ കാറ്റായി ഞാനും കസ്തൂരിക്കാവോരം പൂത്തൊരുങ്ങും. ഹായ്, വെരി നൈസ്. ഗുഡ് ഗുഡ് ഗുഡ്. ഗുഡ് ഗുഡ്. സ്നേഹ സുന്ദരായിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് ഈ ഔട്ട്ഫിറ്റ് ഒക്കെ കാണാനായിട്ട്. താങ്ക് യു ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി സ്നേഹക്കുട്ടി, മാം. സ്നേഹ അസലായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. മോള് നന്നായിട്ട് പാടുന്ന ആളാണ്.
വോയിസ് നല്ല ബ്യൂട്ടിഫുൾ വോയിസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വോയിസ് കൂടിയാണ്. ഈ ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഇത്രയും പനിയും ഈ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും മോള് മാനേജ് ചെയ്തു. ആ ഹൈ പോർഷൻസും എല്ലാം എങ്ങനെയൊക്കെയോ അത് മാനേജ് ആയി അല്ലേ? അതെ മാം, ഞാൻ മിണ്ടാതിരുന്നു 2 ദിവസം, ഞാൻ തുടർച്ചയായിട്ട് മിണ്ടാതിരുന്നു. ഓക്കെ ഓക്കെ. അല്ലാതെ പാടിയതിലും മോൾക്ക് അറിയാം എന്താ പാടാനുള്ളതെന്നും ആ വോയിസ് നല്ല ഭംഗിയായിട്ട് പോയി. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാം അല്ലേ? താങ്ക് യു. തീർച്ചയായിട്ടും. മോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് MJ ചന്ദ്രൻ സാറാണ്. പാടിയിരിക്കുന്നത് സുജാത മാം. പിന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാർ. എന്തായാലും സുജാ ചേച്ചി എന്ന് പറയുമ്പം സുജാ ചേച്ചി ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് പാടുന്ന ആളാണ്. എൻ്റെ സുജാത ചേച്ചിക്ക് ഒരു ഉമ്മ ഇവിടുന്ന്. പിന്നെ ചേച്ചിയുടെ ഇഷ്ടംപോലെ പാട്ടുകൾ, നമ്മളൊക്കെ എത്രയോ വേദികളിൽ പാടുന്ന പാട്ടുകളുണ്ട്. ചേച്ചിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഭയങ്കര ചിരിച്ചു പാടും ചേച്ചി. അത് ആ ഒരു ചിരി പാട്ടിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. മോളും ഈ ഒരു വയ്യായിക ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറേയൊക്കെ മോള് അത് മായ്ച്ച് വെച്ച് നമ്മളെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തി. എല്ലാം കൊണ്ടും അത് കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. കാരണം ഇങ്ങനെ ഒരു വയ്യാണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നല്ല സോങ് തന്നെയാണ് മോള് സെലക്ട് ചെയ്തത്. ഒരു ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് 2-3 പേര് ഇവിടെ പാടിയല്ലോ. ആരായിരുന്നു കോറസ് പാടിയവര്? അസാധ്യം. കൈവക്കോ, എന്തിനാണ് ടെൻഷൻ? പ്രത്യേകിച്ച് മെയിൽ കോഴ്സ് മെയിലാണ് എടുത്ത് പറയേണ്ടത്. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ശിവാനി വേറെ കേറി പാടിപ്പോയോ? അതിവിടെ ആലാപ് ഇച്ചിരി കൂടുതൽ അങ്ങ് പാടി. ഞങ്ങൾക്ക് 2 പാടാണ്ടായിരുന്നു. ഞാൻ ഓർമ്മയിൽ 2 അങ്ങ് പാടി. ഇവൻ അപ്പത്തേക്കും കുറെ അങ്ങ് പാടി വെച്ചിരുന്നു. ഓ മൈ ഗോഡ്. എക്സ്ട്രാ ദോശ അങ്ങ് ചുട്ട്. അർജുൻ ആണെങ്കിൽ അവിടെ കുറച്ച് വളരെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഈ പാട്ട് ഞാൻ കിടിലമാക്കണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അല്ലേ അർജുൻ? ചിരിച്ചൊക്കെ എൻജോയ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ കൈവിട്ട് പോയി എവിടെയോ. കുറച്ച് പോയത് അസാധ്യമായിരുന്നു. അത് കുറച്ചൊന്നും അല്ല പോയത്, പോയി. ഒരു ഭയത്തില് പറയാലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിരുന്നു. കുറച്ച് കൂടുതൽ പാടിയല്ലേ? എത്രേ ഉള്ളൂ അല്ലെ? അതാണ് കുറച്ചാണോ പാടിയത്? അല്ല, കുറച്ചേ പാടിയുള്ളൂ. അല്ല, എനിക്ക് അതൊന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. ആ കുറച്ച് കാണാൻ വേണ്ടിയാണ്. അല്ലേ അണ്ണാച്ചി കണ്ടായിരുന്നു? ശീലമല്ലേ അർജുന? പാച്ചൊക്കെ പറയുന്ന പോലെ. അർജുന നല്ല ഇടിയിട്ട്. ഇല്ല ഞാൻ നല്ലതിന്. എന്തായാലും നിങ്ങൾ എല്ലാരും കൂടി അതങ്ങ് ഒരു ഓളം ആക്കി. പിന്നെ ഈ വയ്യായികയായ എല്ലാരും കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൈയൊക്കെ അടിച്ച് നല്ലോണം എൻകറേജ് ചെയ്തു. സ്നേഹ എന്തായാലും സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഇതുവരെ കാണാത്തൊരു കോമ്പിനേഷൻ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. എത്രയും പെട്ടെന്ന് ഈ വയ്യായികൊക്കെ ഒന്ന് മാറട്ടെ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. എന്തോ സ്നേഹ, അല്ല ഈ ഒരു അവസ്ഥയിൽ കാര്യം വയ്യാവുന്നത് അത് നമ്മൾ ഞാൻ പാടി തുടങ്ങുമ്പോഴേ ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞു, ഷാനെ വയ്യ, എന്നാലും നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി കേട്ടോ. അതുപോലെ നമ്മുടെ ദോശ തുടക്കം ചെറുത് ഒരു കട്ടിങ്, ആദ്യത്തെ കട്ടിങ് നല്ലതായിരുന്നു, പൈൻറ്റ് ഫുള്ളാണ് നാശമായി പോയത്. അത് നല്ലതായിരുന്നു, തുടക്കം നല്ല രസമായിട്ട് പാടി ദോശ. അപ്പം അത്രേ ഉള്ളൂ. ഇത് ഇത്രയും പാടിയുള്ള കാര്യം നല്ല രസമുള്ള ഒരു കോമ്പസിഷൻ, നല്ല ഒരു ഓളം ഉണ്ടായിരുന്നടാ. അപ്പം അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ടേക്ക് കെയർ. താങ്ക് യു സർ. ഷാനിക്ക. സ്നേഹ സർ, ആദ്യം തന്നെ പറയട്ടെ, നല്ല ശബ്ദം. സ്നേഹയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്നേഹയുടെ ശബ്ദം ഭയങ്കര രസമാണ്, ഭയങ്കര പ്യോർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പാടുമ്പോൾ. പിന്നെ മോളെ എനിക്കൊരു ഡൗട്ട്, ചരണത്തിൽ ഒരു കുറുവാലി കുയിലാണ് ഞാൻ എന്നാണ് പാടിയത്, എഴുതിയിരിക്കുന്നത് കുറുവാലി കിളിയാണ് ഞാൻ എന്നാണ്. കുയിലാണോ? ഓക്കെ, ശരി. വണ്ടർഫുൾ. കുയിലും പുലിയാണെന്ന് പറയാത്ത ഭാഗ്യം. ഓ, ഇതിനൊക്കെ ശരത് സാറിന്റെ ഒക്കെ സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടാന്ന് പറഞ്ഞാ ഇത്ര വലിയൊരു അപ്പൊ അത്രേ ഉള്ളൂ മാർക്ക്. എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. MG സർ. സ്നേഹക്കുട്ടി, സ്നേഹത്തോടു കൂടി പറയാണ്, ഇവര് പറഞ്ഞ കാര്യം തന്നെ. നല്ല ശബ്ദം, നല്ല രസമുണ്ട്, നല്ല കൊഞ്ചലുള്ള, നല്ല മൊഞ്ചുള്ള ഒരു ശബ്ദം.
പാടിയതെല്ലാം നല്ല രസമുണ്ടായിരുന്നു, നല്ല പെപ്പിയായിട്ടാണ് പാടിയത്. പക്ഷേ ആ ഒരു നോട്ട്സ് ഇല്ലേ, നോട്ട്സ് ഒന്ന് ഫ്രെയിം ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, ബ്യൂട്ടിഫുൾ ആയിരുന്നേനെ. പക്ഷേ ഈ സുഖമില്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ നോട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നോട്ട് പോയിട്ട് ചില്ലറ പോലും കിട്ടത്തില്ല. എന്തായാലും ഇത്രയും പാടിയല്ലോ, അത്രേ ഉള്ളൂ. എല്ലാം നന്നായിരുന്നു. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, ഇവരൊക്കെ ബാക്കി എല്ലാം പറഞ്ഞു. കാരണം പിന്നെ ഈ കോറസ് അയ്യോ അദ്ദേഹം ഞാൻ വിട്ടുപോയി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ സത്യമായിട്ട് പറയാം, നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ തന്നെ ആണോ അല്ലേന്നൊന്നും ഞാൻ അത് ആ പാട്ടിനകത്ത് അത്രയും ഒരുപാട് കോറസ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. സ്നേഹക്കുട്ടി, മാം. ഈ ഒരു പെർഫോമൻസിന് 8.1. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. 8.1. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. യെസ്. ഓക്കെ, എം ജി സർ. ഞാനും അവരുടെ കൂടെ ചേരുകയാണ്. 8.1. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 24.3. ഹെൽത്ത് ഒക്കെ നോക്കുക, ഒരു റൗണ്ട് കൂടെ ബാക്കിയുണ്ട്. ഓക്കെ.